ഹലോ, വെൽക്കം ടു ബിഹൈൻഡ് ദ വൈറ്റ് ബോർഡ്. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിലേക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാം. April 25 നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കോൺസെപ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സിലബസ് കവർ ചെയ്ത് നമുക്ക് MCQs മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത 20 days പ്ലാനിലേക്ക് വരുന്നത്. അപ്പോൾ റിവിഷൻ സീരീസിൻ്റെ ഫസ്റ്റ് ഡേ ആയി ഇന്ന് നമ്മൾ മൊഡ്യൂൾ 10 ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് ലെവൽ PSC ക്വസ്റ്റ്യൻസ് ഒരു 50 questions ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. So let's have a look at. First one, which of the following is considered as the highest administrative authority of income tax in India? ഇതൊക്കെ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൽ വരുന്ന ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കറിയാം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് അസസ്മെൻറ്റ് ഇയർ എന്നുള്ളതാണ്. ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഈസ് അസസ്ഡ്. നോക്കുക, ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഈസ് അസസ്ഡ് ഇൻ ദ സെയിം ഇയർ. സോ ഇത് ആക്സിലറേറ്റഡ് അസസ്മെൻ്റ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ വരുന്നതാണെന്ന് നമുക്കറിയാം. സെയിം ഇയറിൽ തന്നെയാണ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസിൻ്റെ ഇൻകം അസസ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. എ പേഴ്സൺ ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽസ്, HUF, ഫേം, കമ്പനി, AOP, BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, ഇതെല്ലാം പേഴ്സണിൽ വരുന്നതാണ്. സെക്ഷൻ 231 ആണ് പേഴ്സൺ ഡീൽ ചെയ്യുന്ന സെക്ഷൻ. Then income is received by a person other than the person who is actually entitled for it. The recipient later on divert the income. What is this concept called? അപ്പോൾ ഈ കോൺസെപ്റ്റിനെ നമുക്ക് ഡൈവേർഷൻ ഓഫ് ഇൻകം ബൈ ഓവർറൈഡിങ് ടൈറ്റിൽ എന്ന് പറയാൻ പറ്റും. ഇത് ആരുടെ കയ്യിലാണ് ഡൈവേർഷൻ ഓഫ് ഇൻകം ബൈ ഓവർറൈഡിങ് ടൈറ്റിൽ ഈസ് അസസ്ഡ് അണ്ടർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് റിസീവർ ആണെന്നുള്ളത് നമുക്കറിയാം. അസസ്മെൻറ്റ് ഇയർ ക്യാൻ ബി എ പീരീഡ് ഓഫ് ഓൺലി 12 months. First previous year in case of a business newly set up on 31/3/2026 would start from 31st March 2026 and end on 31st March 2026. സോ പ്രീവിയസ് ഇയറിൻ്റെ കേസിലെ എക്സംഷൻസിൽ വരുന്നതാണ്. നമ്മൾ ന്യൂലി സെറ്റപ്പ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റപ്പ് ചെയ്ത ഡേറ്റ് തന്നെയായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഫോറിൻ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൽ വരുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ ടാക്സബിൾ ആയിരിക്കും. ഓൾ ആണ് ആൻസർ വരിക. ദെൻ ഇൻകം അക്രൂയിങ് ഇൻ ലണ്ടൻ ആൻഡ് റിസീവ് ദെയർ ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡൻറ്റ്. Then which of the following is not included in the term income under section 224? Income ആയിട്ട് വരാത്തത് reimbursement of travelling expenses ആണ്. As per section 224, definition of income is inclusive. Any expenditure incurred to earn exempt income shall be disallowed. Income of non-resident from shipping business in India is taxed. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെ എക്സംഷൻസ് വരുന്ന കേസിലാണ് ചില കേസസിലാണ് നമ്മൾ ഈ ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് ഒക്കെ പഠിച്ചിട്ടുള്ളത്. ഈസ് ടാക്സ്ഡ് ഇൻ ദ സെയിം ഇയർ ആണ്. അഗ്രികൾച്ചറൽ ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ ഈസ് എക്സെപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 subsection 1. ദെൻ ഹെഡ്സ് ഓഫ് ഇൻകം ആൻഡ് ഡിഡക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഫിറ്റ് ഇൻ lieu of salary is taxable under the head income from salaries. Which among the following is not a head of income? Income from exports. Employer's contribution in employees recognized provident fund is tax free up to 12.5%. Interest credited in recognized provident fund is exempt up to 9.5%. Under which section is income from house property defined? അപ്പോൾ ഹെഡ്സ് ഓഫ് ഇൻകം അതിൻ്റെ സെക്ഷൻസും ഓർത്തിരിക്കുക. ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം വന്നിട്ട് ഇൻകം ഫ്രം സാലറി ആണ്. ഇൻകം ഫ്രം സാലറി അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 22 to 27 ആണ്. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്നത് വരുന്നത് സെക്ഷൻ ഓർത്തിരിക്കുക. Capital gains on transfer of capital asset is chargeable to tax under section 45. Unabsorbed depreciation can be carried forward for an indefinite period. Which of the following is not a deduction under section 80C? Interest on savings account. Deduction for interest on housing loan for self-occupied property is allowed under section 24B. ഇപ്പോൾ 22 to 27 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ സെക്ഷൻ. അപ്പോൾ അതിൽ ഡിഡക്ഷൻ ഫോർ ഇൻട്രസ്റ്റ് ഇൻ ഹൗസിംഗ് ലോൺ 24B ആണ് വരുന്നത്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G ഈസ് റിലേറ്റഡ് ടു ഡൊണേഷൻസ്. മിനിമം ബേസിക് എക്സംഷൻ ലിമിറ്റ് ഫോർ എ റെസിഡൻറ്റ് സൂപ്പർ സീനിയർ സിറ്റിസൺ
ആസ് പെർ ഓൾഡ് റെജീം ആണെങ്കിൽ 5 lakhs. Standard deduction on rental income under section 24A is 30%. Casual income is fully taxable at a rate of 30%. Rebate under section 87A is available only to resident individual. Which of the following is treated as salary even if not specifically mentioned ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ bonus can be treated as salary. Then assessment procedure and advanced conceptൽ നിന്നുള്ള questions നോക്കുമ്പോൾ sections ആണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. SSV is defined under which section 2 subsection 7. A person deemed to be an assessee in default is defined under section 201. Surcharge is applicable if the total income of an individual exceeds 50 lakhs. Health and education cess payable at the rate of 4%. CBDT എന്ന് പറയുമ്പോൾ Central Board of Direct Tax. CBDT circulars issued by CBDT are binding on the tax authorities. Best judgment assessment mainly kinds of assessment ഒക്കെ നോക്കിക്കോണം. Kinds of assessmentൽ summary assessment, scrutiny assessment, best judgment, income escaping. അപ്പോൾ അതിൽ best judgment 144 ആണ് സെക്ഷൻ. Income escaping വന്നിട്ട് 147. PAN is mandatory for transaction value exceeding 2.5 lakhs. TDS on salary is deducted under section 192. Advance tax is payable if the tax liability is 10,000 or more. Due date for filing return of income for a company is 30th September. Penalty for non-filing of income tax return is 5,000 ആണ് penalty of non-filing. Diversion of income by overriding title. It is taxable in hands of receiver ആണ്. Which of the following is not a direct tax? GST. Maximum limit of deduction under section 80C 1,50,000. Income tax direct tax ആണ്. Capital receipt ചെയ്താണെന്ന് തന്നിരിക്കുന്നതിൽ compensation for termination of agency. Assessment year means period of 12 months commencing on 1st April. Rate of surcharge if income exceeds 1 crore but does not exceed 2 crores എന്നുള്ളതിൻ്റെ rate of surcharge 15% ആണ്. സോ ഇതൊരു ഓവർവ്യൂ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചില കോൺസെപ്റ്റിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനിയുള്ള റിവിഷൻ സീരീസിൽ നമ്മൾ പുതിയ എല്ലാ ടോപ്പിക്സും 1 to 10 മൊഡ്യൂൾസിലെ പ്രധാനപ്പെട്ട 50 to 100 MCQs സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ.